से मेरे यारा हो गया है इस तरह रे सुन जरा रे. മനസ്സിലായി. ഇത് കുറച്ചുകൂടി ഡെപ്ത് ഉണ്ട് അല്ലേ സൂഫിക്ക്. മറ്റേതിങ്ങനെ കുറച്ചിങ്ങനെ ചിൽവിൽ അടിപൊളി. ഓക്കെ, ഇപ്പം ഗ്രൂപ്പ് ഓഫ് സിംഗിങ് കവാലി പക്ക. ഓക്കെ, കൂടുതലും അതെ ഗ്രൂപ്പ് ഓഫ്. അത് ഇപ്പൊ കമ്പയർ ചെയ്തു ഇതൊക്കെ പാടൂലേ, ഗിവ് ആൻഡ് ടേക്ക് പോലെ. ഓ മനസ്സിലായി. ഈ ശൈലിയിലല്ലാതെ പാടിയിട്ടുള്ള ഏതെങ്കിലും മെലോഡിക് ആയിട്ടോ അങ്ങനെ? ഇപ്പൊ ഈ അടുത്തിറങ്ങിയ ഒരു നല്ലൊരു ആൽബം ഉണ്ടായിരുന്നു, മെലഡി ആൽബം, അത് ഞാൻ പാടാം. ഓക്കെ. സാരംഗിയിൽ വിരൽ മീട്ടും അനുരാഗമായി ഞാൻ ഈണങ്ങളിൽ ചേക്കേറുമീ മോഹമായി ഞാൻ. ഇതും കേൾക്കാൻ നല്ല സുഖമുണ്ട് ആക്ച്വലി. ഇപ്പൊ കക്ഷിയാമണിപ്പിള്ള ഒരു സോങ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ, കക്ഷിയാമണിപ്പിള്ള ഉയ്യാരം പയ്യാരം എബി സാമുവലിന്റെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് നല്ല വൈറലാണ്, പാട്ട് നല്ല ഹിറ്റാണ്. എനിക്ക് വെറൈറ്റി ആയിട്ട് കിട്ടിയൊരു പാട്ടാണ്, ടോണൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടൊക്കെ പാടിയതില്. ആണോ? അതെ, ഈ ടോണിന് അത് എങ്ങനെ പാടിത്തനോ? കണ്ടോ ഇവിടെ ഇന്ന് കുരുവികൾക്ക് മംഗളം, കൂടെ കളി പറഞ്ഞ് സ്വര പറഞ്ഞ് ഞങ്ങളും ഉയ്യാരും പയ്യാരും പിന്നെയാട്ടടോ, മക്കാറും ബുക്കാറും നാളെയാട്ടടോ, ഇന്നല്ലേ അല്ലേ അല്ലേ ആ ഒത്തുകൂടല്. അതാ ക്യാരക്ടറിന് വേണ്ടി. അതെ, അതിനു വേണ്ടി ചെയ്ത. ഇങ്ങനെ വോയിസ് മാറ്റി പാടാൻ മ്യൂസിക് ഡയറക്ടർ ആവശ്യപ്പെട്ടിട്ട് അതൊരു ലൗഡഡ് ആയിട്ടുള്ള ഒരു വോക്കൽ ആയിരുന്നു. അതായത് പുള്ളി അതായിരുന്നു ക്യാരക്ടർ പടത്തില്. അപ്പൊ അതിനു വേണ്ടിട്ട് ചെയ്യിപ്പിച്ച. ഇതും അടിപൊളിയുണ്ട്. എനിക്ക് മറ്റേ എന്താണ് കിളടി നിന്നെ അതൊക്കെ ഓർമ്മ ഒന്നും ഇടയില്. സിയാ ഉൽ ഹക്ക് എന്ന് പറയുന്ന സിംഗറിനെ ഇത്ര അടുത്തറിയാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അടുത്തിങ്ങനെ പാട്ട് കേൾക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ആഗ്രഹമുള്ള എല്ലാ കാര്യങ്ങളും, സംഗീതത്തിന്റെ മേഖലയിൽ ആഗ്രഹമുള്ള എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആൻഡ് ഓൾ വിഷസ്. താങ്ക്സ് എ ലോട്ട് ഫോർ കമ്മിങ്. ഞാനിപ്പോൾ അടുത്തൊരു സിനിമ കണ്ടു, ലൂക്ക. അതില് താങ്കളുടെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടുണ്ട്. അത് ഞാനും ജി വേണുഗോപാൽ സാറിന്റെ മകനും അരവിന്ദ് വേണുഗോപാലും കൂടിയാണ് പാടിയിരിക്കുന്നത്. चुरा गई दिल की धड़कन, तू चुरा गई दिल की धड़कन, चुरा गई दिल की धड़कन, चुरा गई दिल की धड़कन. Thank you so much. Thank you.